ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ PV എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ നമുക്ക് PV സമയത്ത് ഉണ്ടാകുന്ന പെയിനും കാര്യങ്ങളൊക്കെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ടിപ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് അത്യാവശ്യം റെഗുലറായിട്ട് കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ 9 മന്ത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം മുമ്പായിരുന്നു എനിക്ക് PV ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലേക്ക് ഡേറ്റും കിട്ടിയിട്ട് ഞാൻ ഉണ്ണിവാവനെ കാത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉണ്ടായ എൻ്റെ PV എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് എന്താണ് PV എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡെലിവറിയോട് അടുക്കുമ്പോൾ അതായത് 8th മന്തിൽ അല്ലെങ്കിൽ 9 മന്തിൻ്റെ അടുത്തൊക്കെ ആകുമ്പോഴാണ് നമുക്ക് PV ചെയ്യാം. 8 മന്ത് ലാസ്റ്റിലോ അല്ലെങ്കിൽ 9 മന്തിൻ്റെ തുടക്കത്തിലൊക്കെ ആയിരിക്കും മെയിനായിട്ട് ചെയ്യുക. ചിലർക്കൊക്കെ 1-2 പ്രാവശ്യം ചെയ്യും, ചിലർക്ക് ഒറ്റ പ്രാവശ്യം തന്നെയാവും ചെയ്യുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണി വരാനായോ, അതായത് നമുക്ക് ഡയലേഷനും കാര്യങ്ങളൊക്കെ ആയോ, ഉണ്ണിയുടെ പൊസിഷൻ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത്, തലയൊക്കെ താഴത്തേക്ക് വന്നിട്ടാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഈ PV ചെയ്യുന്നത്. അപ്പോൾ ചിലരുടെ കേസിൽ അത് സ്കിപ്പ് ചെയ്യാറുമുണ്ട് കേട്ടോ, അങ്ങനെയും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മിക്കവർക്കും PV ചെയ്യും എന്നുള്ളത് തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ എൻ്റെ PV എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് പറയാം. ഇതെൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയാണ്. അപ്പോൾ സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ആ ടൈമിലൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഈ PV എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള പോലെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയി നോക്കുമ്പോൾ ഓൾറെഡി നമ്മളൊരു സംഭവത്തിനെ പറ്റി ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും അത് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ചെന്നപ്പോഴും ഇതേപോലെ തന്നെ ഡോക്ടർ നമ്മളെടുത്ത് കിടക്കാൻ പറഞ്ഞു, നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു നോക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ബലം പിടിച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ PV ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ ബോഡി റിലാക്സ് ചെയ്തിടുകയാണ് വേണ്ടത്. നമ്മൾ എത്രയ്ക്ക് നമ്മുടെ ബോഡീനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നോ അത്രയ്ക്ക് നമുക്ക് പെയിൻ കുറവായിരിക്കും. എനിക്കിതേപോലെ എനിക്ക് ഫസ്റ്റത്തെയും ഇപ്പോഴത്തെയും തമ്മിൽ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈമിൽ ഞാൻ പോയി നോക്കുമ്പോൾ പേടി കാരണം കൊണ്ട് തന്നെ ഡോക്ടർ വരുമ്പോഴേക്കും ഞാൻ നല്ല ബലം പിടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വേദനയായിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്തു, അതിലങ്ങോട്ട് ക്ലിയർ ആവാണ്ട് വീണ്ടും എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് പിറ്റത്തെ പ്രാവശ്യം ചെയ്തപ്പോഴും ഞാൻ ഇതേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് അവസാനം ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, മോൾക്ക് എന്താ പ്രസവിക്കുന്നത് വേണ്ടേ എന്നുള്ള പോലെ എൻ്റെ അടുത്ത് കളിയാക്കിടക്കം ചെയ്തു ഡോക്ടർ. എൻ്റെ ഈ ലഹളയും കാര്യങ്ങളും കൂട്ടിൽ കണ്ടിട്ട് ഒരുമാതിരി പ്രസവിക്കാൻ പോയ പോലത്തെ അവസ്ഥയായിരുന്നു എനിക്ക് PV ചെയ്യാൻ സമയത്ത് ഉണ്ടായിരുന്നത്. അത്രയ്ക്കും എനിക്ക് വേദനയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നല്ല റിലാക്സ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ പ്രഗ്നൻ്റ് ആയി, അപ്പോൾ പിന്നെ ഉണ്ണി ഇങ്ങോട്ട് വരാണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ബോഡീനൊക്കെ നല്ലപോലെ റിലാക്സ് ചെയ്ത് ഡോക്ടറെ അടുത്ത് നല്ല കോപ്പറേറ്റ് ചെയ്ത് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേദനയില്ലാതെ നമുക്ക് ഈ സംഭവം കഴിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഇത്ര വലിയൊരു കേസൊന്നുമല്ല. നമുക്ക് പ്രസവ സമയത്ത് എന്തായാലും നമുക്ക് ഇതേപോലെ PV ചെയ്യും. കാരണം ഉണ്ണി ഇറങ്ങി വരുന്നുണ്ടോ, ഡയലേഷൻ എത്രത്തോളം ആയി എന്നുള്ളത് അറിയാൻ വേണ്ടി ആ സമയത്ത് എന്തായാലും ചെയ്യും. അപ്പം നമുക്ക് അത്യാവശ്യം പെയിൻ എന്തായാലും അനുഭവിക്കുകയും ചെയ്യും. കാരണം ഓൾറെഡി ലേബർ പെയിൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആയിരിക്കുമല്ലോ ഇവർ PV ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അപ്പം നമുക്ക് അത്യാവശ്യം പെയിൻ ഉണ്ടാവും. പിന്നെ അത് ലേബർ പെയിൻ്റെ കൂടെ അത് അങ്ങനെ പൊക്കോളും. പക്ഷേ ഇപ്പം നമുക്ക് തൽക്കാലം പെയിനും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡീനെ റിലാക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അത്രയ്ക്കും റിലാക്സ് ചെയ്തിടാൻ പറ്റുന്ന അത്രയും നമ്മൾ റിലാക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെയിനും ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് PV ചെയ്ത് പോരാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് അതിന് മെയിൻ ടിപ്പ്. കാരണം നമ്മുടെ ബോഡീനെ റിലാക്സ് ചെയ്യുക, ടെൻഷൻ ഫ്രീ ആയിട്ട് പോവുക. ഇപ്പം നമുക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വതവേ ആ ഇഞ്ചക്ഷൻ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ എന്തോ ഭയങ്കര സംഭവം വരാൻ പോകണു എന്നുള്ള പോലെ പേടിച്ചിരിക്കുമ്പോഴല്ലേ നമുക്ക് ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പെയിനായിട്ട് തോന്നുക. പക്ഷെ നേരെ മറിച്ച് എന്തെങ്കിലും ആവട്ടെ നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബോഡീനെയും മൈൻഡിനെയും റിലാക്സ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ PV ചെയ്യാൻ ഡോക്ടർമാർക്കും എളുപ്പമാണ്, നമുക്കാണെങ്കിൽ വേദനയും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ടിപ്പ് കേട്ടോ. അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി എന്തായാലും പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി കാത്തിരിക്കുന്നവർക്കും അതേപോലെ തന്നെ ഉണ്ണിവാവയ്ക്ക് ഡേറ്റ് കിട്ടിയിട്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല ആരോഗ്യമുള്ളൊരു ഉണ്ണിവാവേനെ കിട്ടട്ടെ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.